Priyanka Gandhi Vadra is in Wayanad and is addressing the public. Let's listen into what she has to say. Employment, and they make the whole media talk about those irrelevant issues and try to make the election about them as well. നിങ്ങൾ ഓരോ ദിവസവും ബിജെപിയുടെ പ്രവർത്തകരുടെയും പ്രധാനമന്ത്രിയുടെ ഒക്കെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരൊരിക്കലും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നില്ല. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. ഓരോ ദിവസവും ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത അപ്രസക്തമായ വിഷയങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടുവരും. ആ വിഷയങ്ങളെ കുറിച്ച് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും, മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങൾക്കൊരു പ്രയോജനമില്ലാത്ത പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. The truth is that in the last 10 years, they have done all they could to destroy every institution that protects the rights of the public in this country. സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഓരോ ഭരണഘടനാ സ്ഥാപനത്തെയും ഇല്ലാതാക്കാൻ അവർക്ക് സാധ്യമായതെല്ലാം ബിജെപി സർക്കാർ ചെയ്തു എന്നാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. Anybody who fights for you, anybody who speaks out against them, anybody who speaks out for you is harassed, intimidated and brought to their knees. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആര് ബിജെപിക്കെതിരെ പറയുന്നു, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്, അധിക്ഷേപിക്കുകയാണ്, അവരെയൊക്കെ മുട്ടുകുത്തിക്കുകയാണ് ഈ ബിജെപി ഗവൺമെന്റ് ചെയ്യുന്നത്. Today, their leaders are even talking about changing the constitution. It is the constitution which protects your rights. It is the constitution that sees each one of you as equal. It is the constitution that gives you your right to vote, your right to reservations, and every right that makes you strong. And their leaders are going all across the country, slowly talking about the fact that if you give them another majority in this election, they are going to change the constitution. അത് മാത്രമല്ല, ഈ രാജ്യത്തെ ഭരണഘടനയെ മാറ്റി എഴുതുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നത് ഈ ഭരണഘടന